നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ നമ്മളെ ഒന്ന് കരയിപ്പിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയ നടൻ സലീം കുമാർ ഏട്ടന് ആദരാഞ്ജലികൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ അഞ്ജലിയുടെയും അർജുൻ്റെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അഞ്ജലിയുടെ വീട്ടിലും ആരും അറിഞ്ഞിട്ടില്ല, ശംഖുചക്രത്തിലും ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സംഭവം എങ്ങനെയായിരിക്കും ഈ കുറുപ്പും രാഘവനുണ്ണിയൊക്കെ ഇത് അറിയാനായിട്ട് പോകുന്നത് എന്ന്. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരാൾ ശംഖുചക്രത്തിൽ ഈ വിവരം അറിയാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുമോ? അതെങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ പറയാം. നമുക്കറിയാം, നമ്മൾ വീക്കിൻ്റെ പ്രൊമോയിൽ ഒരു കാര്യം കണ്ടിരുന്നു. വീക്കിൻ്റെ പ്രൊമോയിൽ നമ്മൾ കണ്ടു, അഞ്ജലീനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുചെന്നാക്കിയിട്ടാണ് നമ്മുടെ അർജുൻ തിരിച്ചു പോകുന്നത്. ആ ഒരു സമയത്ത് വസ്ത്രങ്ങളൊക്കെ, നമ്മുടെ കല്യാണ വേഷങ്ങളൊക്കെ നമ്മുടെ അഞ്ജലി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അർജുൻ തിരിച്ചു പോകും, അഞ്ജലി വീട്ടിൽ കയറും. പക്ഷേ അവിടെയും ഒരു പ്രശ്നം, ഒരു അബദ്ധം നമ്മുടെ അഞ്ജലിക്ക് പറ്റും. അബദ്ധമല്ല, അഞ്ജലി തൻ്റെ നെറ്റിയിലുള്ള നമ്മുടെ അർജുൻ ചാർത്തിയ സിന്ദൂരം മായ്ച്ചു കളയാനൊക്കെ നോക്കും. പക്ഷെ അത് അത്ര പെട്ടെന്ന് മാഞ്ഞൊന്നും പോകത്തില്ല. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ വീക്കിൻ്റെ പ്രൊമോയിൽ കണ്ടു, ആര്യ ഇത് കാണുന്നുണ്ട്, ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ അഞ്ജലി ആ കാര്യം, ഒരു പക്ഷേ അല്ല, അഞ്ജലി മിക്കവാറും നടന്ന സംഭവങ്ങളൊക്കെ ആര്യയോട് തുറന്നു പറയുമായിരിക്കും. നമ്മൾ ഇന്നലെ ഒരു പ്രൊമോ വീഡിയോ ഇട്ടിരുന്നു വരാൻ പോകുന്ന ഒരു സംഭവത്തെ പറ്റി. അതായത് കുറുപ്പും രാഘവനുണ്ണിയൊക്കെ ഈ അഞ്ജലി അർജുൻ വിവാഹം കഴിഞ്ഞു എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് പോകുന്നത് എന്ന്. അതിനെപ്പറ്റിയുള്ള വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇതിനൊക്കെ മുമ്പായിട്ട് വേറൊരാൾ ശംഖുചക്രത്തിൽ ഇതറിയാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ. അത് മറ്റാരുമല്ല, അനുപമ തന്നെയാണ്. ഒരു പക്ഷേ രാഘവനുണ്ണിയും കുറുപ്പും ഒക്കെ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് അനുപമയായിരിക്കും കാര്യങ്ങൾ അറിയാനായിട്ട് പോവുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആര്യ അഞ്ജലിയുടെ നെറ്റിയിലുള്ള കുങ്കുമം കാണുന്നുണ്ട്, അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം അമ്മായി കണ്ടുപിടിക്കുകയാണ്. അമ്മായി ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയാണ്, നിൻ്റെ നെറ്റിയിൽ എങ്ങനെ സിന്ദൂരം വന്നു, നിൻ്റെ കല്യാണം കഴിഞ്ഞോ? ഈ രീതിയിലൊക്കെ ഒരു പക്ഷേ അമ്മായി ചോദ്യം ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയാലോ, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അമ്മായി വിളിച്ചു പറയുക അനുപമയുടെ അടുത്താണ്. ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്നൊരു രീതിയാണ് അമ്മായിക്കുള്ളത്. അനുപമയോട് വിളിച്ച അമ്മായി ഈ കാര്യം ഉറപ്പായിട്ടും പറയും. സ്വാഭാവികമായും കുറച്ച് അതിബുദ്ധിക്കാരിയായ അനുപമയ്ക്ക് അപ്പോൾ ഒരു സംശയം തോന്നും, അർജുനും അഞ്ജലിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞുവെന്ന്. പക്ഷെ അത് തുറന്ന് കുറുപ്പിനോടോ രാഘവനുണ്ണിയോടോ പറയാനുള്ളൊരു ധൈര്യം അനുപമയ്ക്കുണ്ടാവില്ല. പക്ഷേ അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കൗശലങ്ങളൊക്കെ അർജുൻ്റെ അടുത്ത് അനുപമ ഇറക്കി നോക്കും കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. കുറുപ്പും രാഘവനുണ്ണിയൊക്കെ അറിയുന്നതിന് മുമ്പേ തന്നെ അഞ്ജലി അർജുൻ വിവാഹം കഴിഞ്ഞു എന്ന് അനുപമ തിരിച്ചറിയാനായിട്ട് പോവുകയാണ്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും അടുത്ത വീഡിയോസിനൊക്കെ വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.